കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കുറിച്ച് സംസാരിച്ചത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതേ ഡോക്ടർ തന്നെയാണ്, ഡോക്ടർ പ്രീത പ്രഭാകർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രാണിക് ഹീലിംഗ് തെറാപ്പിയെ കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ. ഈ പ്രാണിക് ഹീലിംഗ് ഇൻസ്ട്രക്ടർ കൂടിയാണ് ഡോക്ടർ, അതുപോലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രാണിക് ഹീലിംഗ് ഒരുപാട് പേർക്ക് അറിയില്ല, എന്താണ്, എങ്ങനെയാണ് ആ ഒരു തെറാപ്പി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ. പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു പുതിയൊരു സംഭവം അല്ല കേട്ടോ. ഒരു പൗരാണികമായിട്ടുള്ളൊരു ചികിത്സാ രീതി പണ്ട് മുതലേ ചെയ്തു വരുന്നതാ. പക്ഷേ ഇതെന്താണ് എന്നുള്ളത് അധികം ആർക്കും അറിയത്തില്ല. ഓക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, പണ്ട് കാലങ്ങളിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂല് വെച്ച് മൊത്തത്തിൽ അടിക്കുക, അപ്പൊ പനി കുറയും. ഇതൊക്കെ നമ്മൾ വീടുകളിൽ പണ്ട് മുത്തശ്ശിമാരൊക്കെ ചെയ്തു വന്നിരുന്ന കാര്യം. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉഴിഞ്ഞ് കത്തിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യും. അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യുക എന്നതിലുപരി ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഊർജ്ജ മണ്ഡലത്തിനെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കളയുന്നത്. യെസ് യെസ്. അപ്പൊ ഈ ചൂല് വെച്ച് ഒഴിയുക, അതുപോലെ തന്നെ ഉപ്പും മുളക് ഒഴിയുക, കർപ്പൂരം ഒഴിയുക, ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലെൻസിങ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഊർജ്ജത്തിനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത എനർജീനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഇതൊരു മീഡിയമായിട്ട് വെച്ച് എടുത്ത് നമ്മൾ കളയുന്നത്. അതുവഴി നമുക്ക് റിലീഫ് കിട്ടുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് പ്രാണിക് ഹീലിംഗിന്റെ ബേസിസ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യ ശരീരത്തിന് ചുറ്റും ഒരു ഊർജ്ജവലയമുണ്ട്. ഈ ഊർജ്ജവലയത്തിന് പല പല ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ഈ ഊർജ്ജവലയത്തിന്. അപ്പോൾ ഈ ഊർജ്ജവലയത്തിനെ ക്ലീൻ ചെയ്യുകയും എനർജൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എന്ന് വെച്ചാൽ പ്രാണനാണ്. ആ എനർജീനെ നമ്മൾ പറയുന്നതാണ് പ്രാണൻ. ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവശക്തി എന്നും പ്രാണനെ പറയും. അതായത് നമ്മൾ എടുക്കുന്ന ശ്വാസം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ല, പക്ഷെ ശ്വാസത്തിൽ മാത്രമല്ലേ നമ്മൾ നിൽക്കുന്നത്. കുറച്ചു നേരം ശ്വാസം പിടിച്ചു വെച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? കൊളാപ്സ് ആവും, ഡെത്ത് ആവും, ഇല്ല. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ജീവശക്തിയാണ്. ഇതേ ജീവശക്തിയെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പണ്ട് മുതലേ ഉള്ളതാണ്, പുതിയതായിട്ടുള്ളതല്ല. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറയുന്ന പ്രാണിക് ഹീലിംഗ് എന്ന് വെച്ചാൽ ഇതേ സെയിം സംഭവത്തിനെ തന്നെ വളരെ പ്രോട്ടോകോൾ, അതായത് ഓരോ ഡിസീസുകളെയും ട്രീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്രോട്ടോകോൾ വൈസായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രാണിക് ഹീലിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാണിക് ഹീലിംഗ് തെറാപ്പിയുടെ മോഡേൺ പ്രാണിക് ഹീലിംഗിൻ്റെ തെറാപ്പി പിതാവ് എന്നറിയപ്പെടുന്നത് മാസ്റ്റർ ചോവാ കോക്സുഹിയാണ്. അദ്ദേഹം ഫിലിപ്പീൻസിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളം എടുത്ത് റിസർച്ചിനൊടുവിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഒന്നാണ്. അതായത് അദ്ദേഹം പ്രോട്ടോകോൾ ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 20ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം രസം എന്ന് വെച്ചാൽ അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചെറുതിലെ പോലെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം കാരണം അദ്ദേഹം ഒരുപാട് വർഷത്തെ റിസർച്ചിനൊടുവിലാണ് ഈ പുസ്തകങ്ങളും പ്രോട്ടോകോൾസും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പ്രോട്ടോകോൾസിൻ്റെ ബേസിസിലാണ് പ്രാണിക് ഹീലിംഗ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഈ പ്രാണിക് ഹീലിംഗ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാത്തിൻ്റെ പ്രോട്ടോകോളുണ്ട്. ആ പ്രോട്ടോകോൾ വെച്ച് നമ്മൾ ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. മാത്രമല്ല 18 തികഞ്ഞ ആർക്ക് വേണമെങ്കിലും പ്രാണിക് ഹീലിംഗ് പഠിക്കാം. പ്രാണിക് ഹീലിംഗ് പഠിക്കുകയും ചെയ്യാം, അത് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ മിനിമം നോളേജിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനോടൊരു ട്രസ്റ്റ്, ഈവൻ ദോ ട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്ന് നമ്മൾ ഈ പ്രാണിക് ഹീലിംഗ് പഠിപ്പിക്കുമ്പോൾ പോലും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എനർജീനെ സെൻസ് ചെയ്യാൻ പഠിപ്പിക്കും, എനർജി എന്താണെന്ന് പഠിപ്പിക്കും, എനർജീനെ ഫീൽ ചെയ്യാൻ പഠിപ്പിക്കും. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് അവസാനം സ്വയം ഹീൽ ചെയ്യാൻ ഉള്ളൊരു ലെവലിലോട്ട് നമ്മൾ അവരെ മാറ്റിയെടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു നെഗറ്റീവ് എനർജിയെ കളയുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി പോയി, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ആ ഒരു മെത്തേഡ് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു അതായത് ഇപ്പോ ഒരു നെഗറ്റീവ് എനർജി പോയി എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നല്ലേ ചോദിച്ചത്. അപ്പൊ അതില് നമുക്കിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപ്പും മുളകും നമ്മളെ ഒഴിയുന്നെന്ന് വെച്ചോ, നിസ്സാര കാര്യമാണ് അത്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു റിലീഫ്,
അതുവരെ നമ്മൾ കിറുകിയിരിക്കുകയായിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പോലും നമുക്ക് തോന്നലുണ്ടാവില്ല. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എനർജി കിട്ടിയതുപോലെ ഒരു ഫീല് വരില്ലേ? കാര്യം എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന കൺജഷനെ എടുത്ത് കളയുവാണ് ചെയ്തത്. അതായത് എനർജി സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു പല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഒരു എനർജി നമ്മളെ ബാധിക്കും. അപ്പൊ അതിൻ്റെയൊക്കെ ആ ഒരു കൺജഷൻ എടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ നോർമലി നമുക്ക് ചിന്തിക്കാനും നോർമലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു ഊർജം നമുക്ക് കിട്ടും. ആ ഒരു നോർമൽസിയിലോട്ട് തിരിച്ചു വരും. നമ്മുടെ മനസ്സ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതാണോ? അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരുടെയും ഡൗട്ട് ആയിരിക്കും. നമ്മൾ തന്നെ മൈൻഡ് ചിലപ്പോൾ നമുക്കിത് ചെയ്താൽ ഇങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്ന കാര്യം. ഞാൻ അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എനർജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനർജിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എനർജി വെച്ചിട്ട് കാര്യം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടാമിനേഷൻ, ഇപ്പം ഈ സെമിത്തേരി പോലെയുള്ള സ്ഥലങ്ങളിൽ ചില സമയത്ത് നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ ചിലർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരാറുണ്ട്. പോട്ടെ, വളരെ കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ബസ്സിൽ കയറുക അല്ലെങ്കിൽ ഒരു ക്രൗഡിൽ നിൽക്കുക. ഒരു ക്രൗഡിൽ നമ്മൾ പോകുമ്പോൾ ക്ഷീണം പറയുന്ന ഒരുപാട് പേര്, കല്യാണങ്ങൾക്കൊക്കെ പോവാതെ മാറി നിൽക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ. പോയി വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ക്ലെൻസിങ് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ ക്ഷീണം മാറും. അതൊരിക്കലും മനസ്സിന്റെ തോന്നലല്ല. ആ ഒരു ചെറിയൊരു ആക്ട്, ഒരു കർപ്പൂരം കൊണ്ട് ഒഴിഞ്ഞു കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപ്പും മുളകും കൊണ്ട് ഒഴിഞ്ഞു കഴിയുമ്പോഴോ അവർക്ക് മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയില്ല, കിടന്ന ആള് പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുക എന്ന് പറയുമ്പോൾ അത് അയാളുടെ തോന്നലാവണമെന്നില്ല. അത് പ്രാക്ടിക്കലി അവർക്ക് ആ ഒരു ഇത് പറ്റുന്നതുകൊണ്ടാണ് അവർ പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ആ ഒരു ചേഞ്ച് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും. പ്രാണി ഹീലിംഗിൽ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ക്ലെൻസിങ്ങും എനർജൈസിംഗ് എന്ന് പറഞ്ഞ 2 പ്രോസസ്സിലൂടെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. കാര്യം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്ലെൻസിങ്ങേ അവിടെ സംഭവിക്കത്തുള്ളൂ. അതേസമയം പ്രാണി ഹീലിംഗിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ഊർജത്തിനെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഊർജം പ്രാണൻ അവരുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനും പറ്റും. ഡോക്ടർ, ഈ പ്രാണി ഹീലിംഗ് വെച്ചിട്ട് തന്നെ ഇപ്പൊ ഒരു രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായി ആരോഗ്യവാനായിട്ട് മാറാനായിട്ട് സാധിക്കും ഈ പ്രാണിക് ഹീലിംഗ് വെച്ചിട്ട്? പ്രാണിക് ഹീലിംഗിൽ വെച്ചിട്ട് ഹീലിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രോഗാവസ്ഥയിലുള്ള ഒരുപാട് പേർക്ക് മിറാക്കുലസ് ആയിട്ടുള്ള ഹീലിംഗ്സ് നടക്കാറുണ്ട്. പക്ഷെ അത് എല്ലാ കേസിലും നമുക്കത് പറയാൻ പറ്റത്തില്ല. കാര്യം ഓരോരുത്തർക്കും രോഗം പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. കർമ്മം സംബന്ധിച്ചുള്ള രോഗങ്ങളുണ്ട്, അതിന് എന്ത് ട്രീറ്റ് ചെയ്താലും അത് പൂർണ്ണമായിട്ട് മാറണം എന്നില്ല. പിന്നെ അതുപോലെ പല പല കാര്യങ്ങൾ ഇപ്പം നമ്മുടെ തന്നെ ഒരു രോഗം വന്നിട്ട് നമുക്കതിൽ നിന്ന് മുക്തി നേടേണ്ടെന്ന് ഉള്ളിൽ നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ പോലും എനിക്കിനി മുന്നോട്ട് ജീവിതമില്ല, ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊരു ചിന്ത മതി ആ രോഗം മാറാൻ ഒരു തടസ്സമായിട്ട് നിൽക്കാൻ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബാരിയറാണ്. ഇപ്പൊ ചില ആൾക്കാരെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ മനസ്സങ്ങ് മടുക്കും, ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ലെവലിലോട്ട് അവർ ചിന്തകൾ പോകും. പക്ഷെ അത് ഭയങ്കര ഒരു ബ്ലോക്കാണ്. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്താലും എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അവിടെയും നമുക്ക് പ്രാണിക് ഹീലിംഗിന് ചെയ്യാൻ പറ്റും. പ്രാണിക് ഹീലിംഗിന് പ്രാണിക് സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ മെന്റൽ ബ്ലോക്കേജുകളെ നമുക്ക് മാറ്റാൻ പറ്റും. അതെന്ന് വെച്ചാൽ സൈക്യാട്രിക് കണ്ടീഷൻസിനും സൈക്കോളജിക്കൽ കണ്ടീഷൻസിനുമാണ് പ്രാണിക് സൈക്കോതെറാപ്പി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറാപ്പി അതാണ്. കാര്യം ഞാൻ മൈൻഡ് പരമായിട്ടുള്ള അസുഖങ്ങളാണ് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻ, ഇൻസോംനിയ, അതുപോലെയുള്ള സ്ട്രെസ്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൈക്കോതെറാപ്പി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ മൈൻഡിന് പെട്ടെന്ന് തന്നെ ഒരു റിലീഫ് വരും. അതായത് ആ ഒരു ബാഗേജിനെ, അവരുടെ തലയിൽ ഇപ്പോൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ബാഗേജിനെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതായത് കുറച്ചും കൂടെ ലൈറ്റായിട്ടൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫോൺ എടുത്തു, ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് തുറന്നിട്ട് ആ ഫോൺ എന്താ ചെയ്യുക? ഹാങ് ആവും. ഫോണിനകത്ത് നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടുന്ന ഒരു സാധനം എടുക്കാനെങ്കിലും പറ്റുമോ? ഇല്ല. മൊത്തത്തിൽ പോയി. ഇത് തന്നെയാണ് ഡിപ്രഷൻ ഫേസിൽ ഇരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നതും. അതായത് അവരുടെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ കയറി നടന്ന് അവർക്കൊന്ന് ചിന്തിക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്ത് വേണം വേണ്ട എന്ന് പോലും, ഒരു ഡ്രസ്സ് പോലും അവർക്ക് ഏത് വേണം എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു കൺഫ്യൂഷനിലോട്ട് അവർ പോകും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളൊരു പ്രാണിക് സൈക്കോതെറാപ്പി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കുറേ വേണ്ടാത്ത ചിന്തകളുടെ എനർജി നമുക്കെടുത്ത് കളയാൻ പറ്റും. അതുവഴി അവരുടെ മൈൻഡ് കുറച്ച് കാം. അതായത് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് വിടുന്നത് പോലെ
അവരുടെ ബ്രെയിൻ പെട്ടെന്ന് ഒന്ന് കാമാവും. ഓക്കെ, പിന്നെ എത്ര ഹീലിംഗ് വേണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ. അവരുടെ കണ്ടീഷൻ ഇച്ചിരി പ്രശ്നമുള്ള കണ്ടീഷനാണ്, അതായത് ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീലിങ്സ് കൂടുതൽ വേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 ഹീലിങ്ങിലൊക്കെ തന്നെ നല്ല ചേഞ്ചസ് വരും. ഈവൻ ദോ ഒരു ഹീലിങ്ങിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് പേര്. കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലൊട്ടാകെ വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷന്റെ കീഴിൽ 2 മെയിൻ ഫൗണ്ടേഷനാണുള്ളത്. അതിൻ്റെ കീഴിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്. വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് പലർക്കും ഉണ്ടാകുന്നുമുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ, ഞാനിപ്പോൾ പറഞ്ഞത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ്. അതല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരുപാട്, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഹീലിങ്സ് കൂടുതൽ വേണ്ടി വരും. അതായത് അക്യൂട്ട് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് പെട്ടെന്ന് വരുന്ന ഒരു അസുഖത്തിനാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 ഹീലിംഗ് കൊണ്ട് അത് മാറും. പക്ഷെ അതല്ല, ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങൾ, അതായത് പഴകിയ രോഗങ്ങളാണെങ്കിൽ മൾട്ടിപ്പിൾ ഹീലിങ്സ് ആവശ്യമായിട്ട് വരും. ഇതിൽ എന്തെങ്കിലും മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കുന്നതായിട്ടുണ്ടോ? അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പ്രാണിക് ഹീലിംഗ് എന്ന് വെച്ചാൽ നോ ടച്ച് നോ ഡ്രഗ് തെറാപ്പിയാണ്. അതായത് നമ്മൾ ശരീരത്തിൽ തൊടുന്നുമില്ല, നമ്മൾ ഡ്രഗ് കൊടുക്കണമില്ല. നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ എനർജി സിസ്റ്റത്തിനെ മാത്രമാണ്. എനർജി സിസ്റ്റത്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിലോട്ടും ആ മാറ്റങ്ങൾ വന്നോളും. കാര്യം അതിൻ്റെ ഒരു തിയറി എന്ന് വെച്ചാൽ അസുഖങ്ങൾ ആദ്യം വരുന്നത് ഊർജ്ജമണ്ഡലത്തിലാണെന്നാണ് പറയപ്പെടുന്നത്, പിന്നെയാണ് പതുക്കെ അത് ശരീരത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഊർജ്ജമണ്ഡലത്തിലെ ക്ലീൻ ചെയ്യുന്നത് വഴി സ്വാഭാവികമായിട്ടും ശരീരത്തിലും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതായത് നമ്മുടെ ശരീരത്തിനെ തന്നെ നോർമൽ ഹീലിംഗ് മെക്കാനിസത്തിനെ ഇത് ആക്സിലറേറ്റ് ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ മൈൻഡിനെയാണ് ഇത് ഒരു എനർജിയാണ് ഹീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സൈക്യാട്രി ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, അലോപ്പതി ഉണ്ട്, അതൊക്കെ മെഡിസിൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതൊന്ന് നോ ടച്ച് നോ മെഡിസിൻ എന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. എന്തായിരിക്കും ഈ ഒരു ഡിഫറൻസ്? എന്തായിരിക്കും മറ്റ് മെഡിസിൻ കൊടുക്കുന്ന മറ്റ് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ നിന്നും എന്താണ് ഇത് ഒരു വ്യത്യസ്തമായി നിൽക്കുന്നത് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, പ്രാണിക് ഹീലിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രത്യേകത, നമുക്ക് ഒരു ഫോട്ടോയും അതായത് 1-2 ഫോട്ടോയും ഫുൾ നെയിമും ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് നമുക്ക് ആളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആളടുത്ത് വരണം എന്നില്ല. നമ്മുടെ അടുത്ത പേഷ്യൻ്റ് വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ നെയിമും വെച്ചിട്ട് തന്നെ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇപ്പോൾ എനിക്ക് തന്നെ ഗൾഫ് കൺട്രീസിൽ നിന്നും പുറത്തു നിന്നൊക്കെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. പലരെയും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അവർക്ക് പ്രോബ്ലം വരുമ്പോൾ അവർ വിളിക്കും, നമ്മൾ ഡിസ്റ്റൻറ്റ് തെറാപ്പി കൊടുക്കും, നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിസ്റ്റൻറ്റ് പ്രാണിക് ഹീലിംഗ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ല, ഫോൺ വഴി മാത്രമുള്ള കോണ്ടാക്ട് ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ, ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ല, പ്രാണിക് ഹീലിംഗ് എത്തിക്കൽ കൺസേൺസ് ഒരുപാടുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പാടില്ല. വെച്ചാൽ കർമ്മം തന്നെയാണ്, നമ്മൾ തിരിച്ചടിക്കും. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും, മോശമായിട്ടുള്ളത് ചെയ്താൽ മോശം കിട്ടും എന്ന് പറയുന്ന പോലെ എത്തിക്കൽ കൺസേൺസ് ഒരുപാട് ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഭർത്താവിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഭാര്യയുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭർത്താവിന് വേണ്ടി ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചികിത്സിക്കാം. അദ്ദേഹം പോലും അറിയാതെ ചികിത്സിക്കാം. പക്ഷെ ഭാര്യ പറയണം, ഭാര്യയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ മകനാണ് പ്രശ്നമെങ്കിൽ അമ്മയുടെ റിക്വസ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മകനെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു മകൻ അറിയാതെ തന്നെ കുട്ടികളെയൊക്കെ അവരുടെ അനുഭവത്തോടു കൂടി അല്ലല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കാലത്തെ പല കുഞ്ഞുങ്ങളെയും അവർക്ക് ഇതിനോടൊന്നും താല്പര്യവും കാണത്തില്ല. അപ്പൊ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവരാവശ്യപ്പെടുവാണെങ്കിൽ, ഒരു മദർ ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയായിരിക്കും ആ ഒരു ട്രീറ്റ്മെന്റ് പോകുന്നത്? ആ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ, നമുക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അവരുമായിട്ട് മെന്റലി നമുക്ക് എനർജറ്റിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ബേസിക് പ്രാണിക് ഹീലിംഗിൽ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഡിസ്റ്റൻറ്റ് തെറാപ്പി ചെയ്യാൻ പറ്റും, അതുപോലെ ഡിവൈൻ ഹീലിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ബേസിക് പ്രാണിക് ഹീലിംഗിലേ ചെയ്യുന്നുണ്ട്. ബേസിക് പ്രാണിക് ഹീലിംഗിൽ നമ്മൾ പഠിപ്പിക്കുന്നതിൽ പ്രധാനമായിട്ടൊരു കാര്യമാണ് സെൽഫ് ഹീലിംഗ്. സ്വന്തമായിട്ട് തന്നെ ഹീൽ ചെയ്യാനും നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, പിന്നെ മറ്റു പ്രത്യേകതകൾ എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇപ്പോൾ തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് തന്നെ ജനിക്കുമ്പോഴേ അസുഖങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് 7 വയസ്സിന് മുന്നേ ആണെങ്കിൽ പല പ്രശ്നങ്ങളും, അതായത് അവർക്കിപ്പോൾ ഒരു ക്യാരക്ടർ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാണിക് ഹീലിങ്ങിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ കൺജനൈറ്റൽ ഡിസീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അതിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും
സാധിക്കും. എല്ലാ കേസുകളിലും അല്ല, ചില കേസുകളിൽ നമുക്ക് കൺജനൈറ്റൽ ഡിസീസ് വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ബാധിച്ച കുട്ടികൾക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് വരും കറക്റ്റായിട്ട്. അതായത് ഒരു ഹീലിംഗ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, മൾട്ടിപ്പിൾ ഹീലിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കൺജനൈറ്റൽ ഡിഫക്റ്റുകൾക്ക് ഒക്കെ നല്ല ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറഞ്ഞു, വിത്തൗട്ട് മരുന്ന് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അവരിലേക്ക് നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. വേറെ ഒരു എക്സാമ്പിളും വേണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ പറയാം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. ഇപ്പം അദ്ദേഹത്തിന് 3 വയസ്സായി. പുള്ളിക്കാരൻ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ പുള്ളിക്കാരന് ഡൗൺ സിൻഡ്രോം ആണെന്നുള്ളൊരു ലെവലിൽ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത്, കാര്യം എനിക്ക് ഒരുപാട്, എനിക്കൊരു ഫോളൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്, നടുവൊക്കെ ഒടിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞതാണ്. കാര്യം എനിക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞു ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയ തന്നെ, അതായത് കട്ടിലിൽ കിടന്നു പോകുന്നതിന് പകരം നടന്നു തുടങ്ങിയതേ വലിയ കാര്യം. പിന്നെ കുഞ്ഞിനൊക്കെ വേണ്ടി കഷ്ടപ്പെടണമെന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, പല ഡോക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞിനെ വേണം എന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത്ര റിസ്കി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെത്. അപ്പോൾ ഈ കുഞ്ഞ് വയറ്റിലായി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ടെസ്റ്റുകളിലൊക്കെ പ്രശ്നമാണെന്ന് കണ്ടെത്തി. പക്ഷെ എനിക്ക് കളയാൻ നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഞങ്ങൾ പോയി. കാര്യം നേസൽ ബോണൊക്കെ തന്നെ അവസാന മാസം, അതായത് കുഞ്ഞ് ജനിക്കണേന് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇദ്ദേഹത്തിന് നേസൽ ബോൺ തന്നെ കിട്ടിയത്. അതുവരെ നേസൽ ബോൺ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്ക് കടിച്ചു പിടിച്ചാണ് ഇദ്ദേഹം പുറത്തോട്ട് വന്നത്. പക്ഷേ അന്നും ഞങ്ങൾ ചെയ്തത് പ്രാണിക് ഹീലിംഗ് തന്നെയാണ്. ഇന്നും ഇദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പ്രാണിക് ഹീലിംഗ് തന്നെയാണ്. ഈ ഡൗൺ സിൻഡ്രോം മാറിയോ? ഇല്ല, അദ്ദേഹത്തിന് പുറത്തു വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഗർഭാവസ്ഥയിൽ തന്നെ പ്രാണിക് ഹീലിംഗ് ചെയ്തു എന്നുള്ളത് ചെയ്യുമായിരുന്നു. അത് എനിക്ക് ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ചെയ്തു തരുമായിരുന്നു. അപ്പോൾ പിന്നെ ജനിച്ചതിന് ശേഷവും ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ, മുലപ്പാലൊന്നും കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്കൊന്ന് ആകെ 20 ദിവസം കണ്ടേ പുള്ളി കുടിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇൻഡൈജഷൻ പ്രശ്നം, എന്ത് കൊടുത്താലും കൊച്ചു ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ ആ കണ്ടീഷനെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് വന്ന്, നമ്മൾ അധികം മരുന്നുകൾ പുറമേ ഒന്നും കൊടുത്തിട്ടില്ല, ഹീലിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിലെ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ള പലർക്കും അത് സഹായകമായിരിക്കും. മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ടൈം വരുമല്ലോ. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇതിനകത്തുള്ള ക്ലെൻസിങ്ങും ഒക്കെ ചെയ്താൽ തന്നെയും മാറ്റം വരും. കണ്ടീഷൻ അഡ്വേഴ്സ് ആവാതെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഈ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് തെറാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നോ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ പാരലലായിട്ട് പ്രാണിക് ഹീലിംഗ് കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ മരുന്ന് നമ്മുടെ ബോഡിയിൽ പിടിക്കുന്നതും അസുഖത്തിൽ നിന്ന് നമ്മൾ മുക്തമാവുന്നതൊക്കെ നമുക്ക് കുറച്ച് വേഗത്തിൽ സാധിക്കും. അതായത് ഫിസിക്കൽ ബോഡിയെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ എനർജി ബോഡീനെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഹീലിംഗ് വളരെ ഫാസ്റ്റും ആയിരിക്കും, സേഫും ആയിരിക്കും. ഈവൻ ദോ ആ കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഒക്കെ നമുക്ക് കുറേയൊക്കെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇത് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു എമർജൻസി മെഡിസിൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോട്ടെ, പെട്ടെന്നൊരു ക്ഷീണം വന്നു, പെട്ടെന്നൊരു തളർച്ച വന്നു, നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ പ്രാണിക് ഹീലിംഗിന്. പ്രാണിക് ഹീലിംഗ് ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഒരു ലൈഫിലെ കാര്യം പറഞ്ഞു തന്നെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ അത്രയും കോൺഫിഡൻസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചിലപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് വശം പറയുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമായിരിക്കും എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആങ്കർ ആണ്, ഒരു പ്രൊഡ്യൂസറാണ്. എന്നിരുന്നാലും ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മേ ബി എന്താ പറയുക, ഇങ്ങനെയുള്ളതും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ എന്ന് പറയുന്ന ഒരു മനുഷ്യജന്മം ഈ ഭൂമിയിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എനിവേ, മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.